ഞാൻ 3 പാരൻസിന്റെ എക്സാമ്പിൾ പറയാം, ഒന്ന് കേട്ട് നോക്കുക. ആദ്യത്തെ പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ അടിച്ചും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട രീതിയിൽ അവരെ ശിക്ഷയൊക്കെ കൊടുത്ത് വളർത്തിയാണ്. വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടി അതുപോലെ തന്നെ വളരുന്നു, ആ പറഞ്ഞ രീതി തന്നെ വളർന്നു പോകുന്ന ഒരു കുട്ടി. രണ്ടാമത്തെ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അടി കൊടുക്കുന്നുണ്ട്, ഒരു വട്ടം അടിക്കും, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രണ്ടൊക്കെയാണ്, കമ്പനിയാണ്, റൂൾസ് ഒക്കെ ഉണ്ട്, പാലിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്, ശിക്ഷ കൊടുക്കാറുണ്ട്, പക്ഷെ വിചാരിക്കുന്ന പോലെ ഒന്നും കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. മൂന്നാമത്തെ ഒരു പാരന്റ് ഉണ്ട്, ഭയങ്കര ഓവറായിട്ട് ഫ്രീഡം കൊടുക്കുകയാണ്, കുട്ടി ഇഷ്ടമുള്ള രീതിയിൽ വളരുന്നു, രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പാരന്റ്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു? ആദ്യത്തെ പാരന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കർശനമായ ശിക്ഷ കൊടുക്കുന്ന പാരന്റാണ്. അപ്പൊ ഇവര് ശരിക്കും അവരുടെ നിയമങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യുന്നത് കറക്റ്റായിരിക്കും, അപ്പം കുട്ടികൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള പേരൻ്റൊക്കെ ഇങ്ങനത്തെ പേരൻ്റായിരുന്നു. പലരും വളരെ ശിക്ഷ കൊടുക്കുന്ന പേരൻസ്, വളരെ അടിച്ചും അതുപോലെ റൂമിലൊക്കെ ഇട്ട് പൂട്ടിയിടുക, വളരെ നെഗ്ലക്ട് ചെയ്യുക, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള, അതായത് ആ കസിനെ കണ്ടില്ലേ, അപ്പുറത്തെ വീട്ടിലെ മറ്റൊരു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് കുത്തി നോവിപ്പിച്ച്, പക്ഷെ കുട്ടിയെ അനുസരിപ്പിച്ച് അവർക്ക് വേണ്ട രീതിയിൽ വളർത്തുന്നു. അവരുടെ വിചാരം എന്താണ്? കുട്ടി കറക്റ്റായിട്ട് വളരുന്നുണ്ട്, എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ വളർത്തുന്ന പാരൻസ്. രണ്ടാമത്തെ പാരന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് വേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കാനായിട്ടുള്ള നിയമങ്ങളെല്ലാം വീടുകളിലുണ്ട്, പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ശിക്ഷ കൊടുക്കുന്നു, ഒരു അടിയാവാം, ചിലപ്പോൾ ഒരു വലിയ വഴക്കാവാം. അതിനുശേഷം നമ്മൾ വീണ്ടും അവരെ നേർവഴിയിലോട്ട് പഠിക്കാൻ പോകുന്നു. അവിടെ വളരെ സ്നേഹവും ബന്ധവും അല്ലെ കമ്പനി എല്ലാം ആണ്. ഇനി മൂന്നാമത്തെ പാരന്റ് പറയാം. മൂന്നാമത്തെ പാരന്റ് എന്തായിരുന്നു? നമ്മൾ വളരെയധികം ഫ്രണ്ടാണെന്ന് എപ്പോഴും പറയുള്ളൂ, അവരെ ശിക്ഷ കൊടുക്കാറില്ല, കുട്ടിയെ തോന്നിയ രീതി വളർത്തിയാണ്. മൂന്നാമത്തെ ഒരു പാരന്റിങ് എന്താ പ്രശ്നം? അവർ വളരെ ഫ്രണ്ട് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഒരു കാര്യവും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇപ്പം ഒരു സ്ട്രെസ് താങ്ങാനായിട്ട് പറ്റുന്നില്ല. ചെറിയ പ്രശ്നം വന്നാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് എത്ര കുട്ടികളെയാണ് ഞാൻ ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ടത്. ചെറിയ കാര്യം വന്നാൽ അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ആദ്യത്തെയും മൂന്നാമത്തെയും പാരന്റിങ് അത്ര നല്ലതല്ല. അതായത് ഒരു 20 വർഷം മുമ്പുള്ള പാരന്റിങ്ങും അല്ലെങ്കിൽ 30 വർഷം മുമ്പുള്ള പാരന്റിങ്ങും ഇപ്പോൾ ഉള്ള പാരന്റിങ്ങുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരു പാരന്റിങ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരന്റിങ്. അത് ശരിക്കും നല്ല പാരന്റിങ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു 10 13 വയസ്സ് വരെയൊക്കെയാണ് കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയം. ആ സമയത്ത് നമുക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരിക്കണം. അവരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു, അവരെ കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നു, അതിനോടൊപ്പം അവരോട് കൂടെ നിന്ന് സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നു. ആ പാരന്റ് ആവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ പാരന്റ് ആണ് ഏറ്റവും നല്ലൊരു പാരന്റ് എന്ന് പറയുന്നത്.